എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബ്രാൻഡ് പൊസിഷനിങ്ങിനെ പറ്റിയാണ്. ഈ ബ്രാൻഡ് പൊസിഷനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും എന്തൊക്കെ ടൈപ്പ് ഓഫ് ബ്രാൻഡ് പൊസിഷനിങ് സ്ട്രാറ്റജി ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഒരു സ്ഥാപനമാവട്ടെ, നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് അതിനെ എങ്ങനെ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യപ്പെടണം. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ബ്രാൻഡിനെ എങ്ങനെയാണ് അറിയപ്പെടേണ്ടത്, എന്തായിരിക്കണം നമ്മുടെ കൺസ്യൂമറിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലെ സ്വാധീനിക്കേണ്ട ഘടകം, ഇന്ന പ്രസ്ഥാനത്തിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ ഇന്ന ഉൽപ്പന്നം വാങ്ങാം എന്നുള്ളത് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു ബ്രാൻഡ് പൊസിഷനിങ്ങിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള വാല്യൂ പ്രൊപ്പോസിഷൻ, മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ വ്യത്യാസം എന്താണെന്നുള്ളതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേറ്റ് ഡിഫറൻസിയേഷൻ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമേഴ്സിന് നമ്മളിൽ നിന്ന് വാങ്ങാൻ അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നം വാങ്ങാൻ ശക്തമായൊരു കാര്യമുണ്ടാക്കുന്നത്, ഇതൊക്കെ ബ്രാൻഡ് പൊസിഷനിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റൈറ്റ് ബ്രാൻഡ് പൊസിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ട്രസ്റ്റ് ഉണ്ടാവും, ലോയൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും, ബിസിനസ്സിൻ്റെ ഗ്രോത്തിനും സക്സസ്സിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 രീതിയിലുള്ള ബ്രാൻഡ് പൊസിഷനിങ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് കസ്റ്റമർ സർവീസ് പൊസിഷനിങ് സ്ട്രാറ്റജിയാണ്. കസ്റ്റമർ സർവീസ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യണം. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീക്കെൻഡിലൊക്കെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ഒന്ന് പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ക്വാളിറ്റി ഓഫ് ഫുഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അതോടൊപ്പം തന്നെ ക്വിക്കായിട്ടുള്ള നല്ല എക്സലൻ്റ് ആയിട്ടുള്ള സർവീസ് കിട്ടുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ പോകുന്നത്. അതുപോലെ നമ്മുടെ സ്ഥാപനം നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസിൽ വാല്യൂ കൽപ്പിച്ചുകൊണ്ട് നമ്മൾ അതിൽ പൊസിഷൻ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതായത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സെപ്ഷണൽ ആയിട്ടുള്ള സർവീസ് അത് കിട്ടുന്നു എന്നുള്ളതായിരിക്കും നമ്മളിലേക്ക് എത്തുന്നതിനുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ബ്രാൻഡിനെയോ നമ്മുടെ സ്ഥാപനത്തെയോ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലേക്ക് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന ശക്തമായ ആ ഒരു വാല്യൂ ആയിരിക്കണം എത്തിച്ചേരേണ്ടത്. രണ്ടാമത്തത് കൺവീനിയൻസ് ബേസ്ഡ് പൊസിഷനിങ് സ്ട്രാറ്റജിയാണ്. കൺവീനിയൻസിന് പ്രാധാന്യം കൊടുക്കുന്നു. കസ്റ്റമേഴ്സിന് സൗകര്യം, എളുപ്പം, അവർക്ക് എത്തിച്ചേരാനുള്ള എളുപ്പം. ചിലപ്പോൾ ഒരു സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ പാർക്കിംഗ് ഫെസിലിറ്റി ആയിരിക്കും, അത് കണ്ടെത്താനുള്ള അതിനുപയോഗിച്ചിരിക്കുന്ന മെത്തേഡുകളായിരിക്കും. കൺവീനിയൻസ് കൊടുക്കുകയാണ് കസ്റ്റമേഴ്സിന് ഉപയോഗിക്കാനുള്ള എളുപ്പം. ചിലപ്പോൾ ട്രയലൊക്കെ കൊടുത്ത് അങ്ങനെയായിരിക്കും അതിലേക്ക് കൊണ്ടുവരുന്നത്. ചിലർ ഹൈബ്രിഡ് മോഡലിൽ ബിസിനസ് ചെയ്യണം, ഓൺലൈൻ ഓഫ്ലൈൻ മൾട്ടി പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നു, ലൊക്കേഷൻ, ആക്സസിബിലിറ്റി, സപ്പോർട്ട്, പ്രൊഡക്റ്റ് ഡിസൈൻ, ഇങ്ങനെ പലതരത്തിൽ കൺവീനിയൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ബ്രാൻഡിന് കൺവീനിയൻസാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യിക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ ഒരു കൺവീനിയൻസ് ബേസ്ഡ് പൊസിഷനിങ് സ്ട്രാറ്റജി. മൂന്നാമത്തത് പ്രൈസ് ബേസ്ഡ് പൊസിഷനിങ് സ്ട്രാറ്റജിയാണ്. ചില സ്ഥാപനങ്ങൾ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിലക്കുറവ് അതിൽ പ്രാധാന്യം കൊടുത്ത് നീങ്ങുന്നവരുണ്ട്. അവർ പ്രൈസ് ബേസ്ഡ് ആയിട്ടാണ് പൊസിഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശക്തമായ വെല്ലുവിളി മാർക്കറ്റിന് ഉണ്ടാക്കുന്നു. ഇപ്പോൾ വാൾമാർട്ട് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ എവറി ഡേ ലോ പ്രൈസ് എന്നുള്ളതാണ് കസ്റ്റമറിലേക്ക് എത്തിച്ചിരിക്കുന്ന ആ ഒരു ആപ്തവാക്യം. പ്രൈസിലാണ് അവർ കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ പ്രൈസ് വെച്ചുകൊണ്ട് പൊസിഷൻ ചെയ്യുന്ന രീതിയാണ് മൂന്നാമത്തത്. നാലാമത്തത് ക്വാളിറ്റി ബേസ്ഡ് പൊസിഷനിങ് സ്ട്രാറ്റജിയാണ്. കുറേയൊക്കെ സർവീസുമായിട്ട് കണക്റ്റഡ് ആണെങ്കിലും ക്വാളിറ്റി എല്ലാ ഏരിയകളിലും ഒരു സുപ്പീരിയർ ക്വാളിറ്റി, മാർക്കറ്റിൽ ഇന്നുള്ള എല്ലാ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും ശക്തമായൊരു ക്വാളിറ്റി മാർക്കറ്റിൽ ഡെലിവർ ചെയ്തുകൊണ്ട് ആ ക്വാളിറ്റി ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ ബ്രാൻഡ് അറിയപ്പെടുന്നു. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ്, ഡ്യൂറബിലിറ്റി, പ്രൊഡക്റ്റിൻ്റെ എഫക്റ്റീവ്നെസ്, അതിലെ ക്വാളിറ്റി ആയിരിക്കും നമ്മുടെ ബ്രാൻഡിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇന്ന് അഞ്ചാമത് പറയാനുള്ളത് ആനുകാലിക പ്രസക്തിയുള്ളൊരു കാര്യം കൂടിയാണ് സോഷ്യൽ മീഡിയ പൊസിഷനിങ് സ്ട്രാറ്റജി. സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു, ഒന്ന് ഓൺലൈൻ റെപ്യൂട്ടേഷനാണ് ആളുകൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളിലേക്ക് ലോയൽ കസ്റ്റമേഴ്സാക്കി മാറ്റാൻ ശക്തമായ രൂപത്തിലുള്ള സ്ക്രിപ്റ്റ് വഴി നല്ല കോണ്ടൻറ്റുകൾ എത്തിച്ചുകൊണ്ട് നമ്മുടെ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് നമ്മുടെ ഓഡിയൻസ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ അതുവഴി, ഫേസ്ബുക്ക് ആണെങ്കിൽ അതുവഴി. അപ്പോൾ അവരെവിടെ പണം ചെലവഴിക്കുന്നു, എവിടെയാണ് അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി സോഷ്യൽ മീഡിയ വഴി അവരിലേക്ക് എൻഗേജ് ചെയ്യുന്നതാണ് ഈ സോഷ്യൽ മീഡിയ പൊസിഷനിങ് സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5 തരത്തിലുള്ള പൊസിഷൻ സ്ട്രാറ്റജികൾ നമ്മൾ പറഞ്ഞു. ഈ ഒരു ബ്രാൻഡ് പൊസിഷനിങ് സ്ട്രാറ്റജിയുടെ പ്രസക്തിയും പറഞ്ഞു. ഇനി നമ്മളൊന്ന് നോക്കുക, നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തെ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ബ്രാൻഡിനെ. അത് ഓരോരുത്തരും മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുക. താങ്ക് യു.